യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന NQയിലെ ഒരു 8am CR ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആ ഒരു ട്രേഡ് എടുക്കാനുണ്ടായിട്ടുള്ള റീസൺ, അതുപോലെ ലൈക്ക് ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ലൈക്ക് കൂടുതൽ ടൈം ഫ്രെയിം ബാക്കിലോട്ട് പോയിട്ടില്ല. 1 hour ടൈം ഫ്രെയിമിൽ തന്നെയാണ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ലോ, അതുപോലെ പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു FVG ഒരു ഡിമാൻഡാണിത്. ഓക്കെ, ഒരു 1 hour FVG ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ ATM ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആ ഒരു ATM ക്യാൻഡിൽ. ഓക്കെ, സോ ATM ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഒരു 9:30 ഓപ്പൺ മാർക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സി, നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, നമുക്ക് 9:30 ഓപ്പണ് വരുന്നത്, ഇവിടെ 9:30 ഓപ്പൺ വരുന്നത്. ഓക്കെ, സോ ഇവിടെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു വെച്ചാൽ, പ്രൈസ് ഈ ഒരു ATM ഹൈ എടുത്ത്, ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ പ്രൈസ് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട്, ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം താഴോട്ടേക്ക് ഷോർട്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1 hour FVG വരെ ടാർഗറ്റ്. ഓക്കെ, ഇതായിരുന്നു ഒരു ട്രേഡ് പ്ലാൻ. ഓക്കെ, ഇനി ATM ലോ സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് ഈ ഒരു ഡിമാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ATM ഹൈ ആൻഡ് പ്രീ PDHI. ഓക്കെ, PDHO നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇതായിരുന്നു 2 ട്രേഡ് പ്ലാൻസ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 9:30 ഓപ്പണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ലെറ്റ്സ് സി നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പ്രൈസ് 9:30 ഓപ്പണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പോൾ ATM ഹൈ ഓൾറെഡി പ്രൈസ് എന്ത് ചെയ്തു, 9:30 ഓപ്പണിങ്ങിൻ്റെ മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ PDHും എടുത്തു. ഓക്കെ, പക്ഷെ ഞാൻ എപ്പോഴും 9:30 ഓപ്പണിങ്ങിന് പ്രയോറിറ്റി കൊടുക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, കറക്റ്റ് ആ ഒരു 9:30 എന്ത് ചെയ്തു, ഇവിടെ ഓപ്പണായി. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് 9:30 ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, പ്രൈസ് ഒരു ക്ലിയർ കൺഫർമേഷൻ തന്നു. പ്രൈസിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ആ ഒരു 9:29 ആയ സമയത്ത് തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷാർപ്പ് ഫാള് താഴോട്ടേക്ക് വന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി PDH എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് FVG ഇവിടെ എന്ത് ചെയ്തു, താഴോട്ടേക്ക് ഇൻവേഴ്സായി. ഓക്കെ, സോ ഇതോടുകൂടി നമുക്ക് ഏകദേശം കൺഫേമായി പ്രൈസിൻ്റെ ഒരു ബയാസ് ഡൗൺ ആണ്. ഓക്കെ എന്നുള്ളത്. സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു, പ്രൈസ് റീടെസ്റ്റ് ചെയ്യുന്നു ആൻഡ് താഴോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യും. ഇതായിരുന്നു എക്സ്പെക്റ്റേഷൻ. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഷോർട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലായിട്ട് കീപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സി പ്രൈസ് അവിടുന്ന് റിയാക്ട് ചെയ്ത് നോക്കുക. നമ്മൾ ടാർഗറ്റ് ഓബിയസ്ലി ATM ലോ ആണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ട്രേഡ് ടാപ്പ് ചെയ്തിട്ടു നേരെ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ ഒബിയസ്ലി റീസെൻറ്റ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ATM ലോ വരെ വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സി പ്രൈസ് എന്ത് ചെയ്തു, അഗെയിൻ ആ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്തു. ശേഷം പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് വന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ലെറ്റ്സ് സി ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. ലൈക്ക് ഒരു A+ സെറ്റപ്സ് പ്ലസ് ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ പോലെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്ത് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് നോക്കാം. നമുക്ക്
ഇവിടെ കീ ലെവലായിട്ട് പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു ഉണ്ടായത്. ഓക്കെ, നമ്മൾ ആ ഒരു പ്രീവിയസ് ഡേ ഹൈ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ 8 AM ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, 8 AM ഹൈ ലോ മാർക്ക് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, 8 AM ഹൈ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ 8 AM ഹൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് പോവാം എന്നുള്ളതായിരുന്നു പ്ലാന്. അക്കോർഡിംഗ് ടു പ്ലാൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഇൻവേർഷൻ FEG ഫോമായി. സോ നമ്മൾ എന്ത് ചെയ്തു, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ട്രേഡായിരുന്നു. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ആ ഒരു ട്രേഡ് എടുക്കാണ്ടായിട്ടുള്ള റീസണ്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.